ഹലോ, ഇന്ന് പുലർച്ചെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇന്ന് യുദ്ധക്കളത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ആദ്യം ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നല്ല രസമായിരുന്നു. നമ്മുടെ കുട്ടി സൂര്യ ഉദിച്ചു വരണേ ഉള്ളൂ, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാ കണ്ടോ, ഈ കുഞ്ഞു പൂച്ചയ്ക്ക് എന്നെ ആഹാരം കൊടുക്കുമ്പോൾ മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. അല്ലാത്തപ്പോൾ എന്നെ കണ്ടാൽ അപ്പോൾ ഓടിക്കളയും, അടുത്തേ വരില്ല. അതെന്താ അങ്ങനെ ഒരു പൂച്ചക്കുട്ടി. അതൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്നു. അപ്പം നമുക്കിന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാ പരിപാടികളും തുടങ്ങി വെച്ചു. ചോറിനുള്ള വെള്ളവും ചായക്കുള്ള വെള്ളമൊക്കെ ഒരുമിച്ച് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു. കൂട്ടത്തിൽ മാവും പിന്നെ മീൻ ഇരിപ്പുണ്ടായിരുന്നേ, അത് നല്ല ഐസ് കട്ടയായിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ മൽപ്പിടുത്തം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനെ എനിക്കൊന്ന് ഫ്രീസറിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റിയ കയ്യിലൊക്കെ നല്ല ഐസ് കൊണ്ടിട്ടേ നല്ല നീറ്റലായിരുന്നു. ചെറിയൊരു മരവിപ്പൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് നേരം. കാരണം ഒരുപാട് നേരം ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്കും കൈ ഒരുമാതിരി ആയിപ്പോയി. പിന്നെ നമ്മുടെ മാവൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് ഉപ്പൊക്കെ ഇട്ടെടുത്തു. കാരണം ദോശയാണല്ലോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ വീട്ടിൽ മിക്ക ദിവസം ഇഡ്ഡലിയും ദോശയാണ്. കാരണം മക്കൾക്ക് കഴിക്കാതാണ് ഇഷ്ടം, എളുപ്പവും അതല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാവൊക്കെ കലക്കിയെടുത്തു. കൂടുതൽ നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ, അതൊക്കെ ഒന്ന് ചേർത്ത് മാറ്റി അടച്ചു വെച്ചു. കാരണം ഞാൻ ഇപ്പോൾ രാവിലെ ചായ കുടിക്കാറില്ല കേട്ടോ, അപ്പോൾ ഏട്ട എഴിച്ച് വരുമ്പോൾ മതിയല്ലോ. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ദോശയൊക്കെ ചൂടാന്ന് കരുതി നമ്മുടെ ദോശക്കല്ലൊക്കെ വെച്ചു. അപ്പോൾ ഇന്നത്തെ തിരക്കെന്ന് വെച്ചാൽ നമ്മുടെ ലല്ലു അവൻ നഴ്സറി പറഞ്ഞു വിടാണ് കേട്ടോ. അപ്പോൾ അവൻ ബുധനാഴ്ച പോയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് പോയതുകൊണ്ടിട്ട് തലേ ദിവസം നല്ല നിർബന്ധവും കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അവൻ കുഞ്ഞു വാവയല്ലേ, 2.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മാറിയൊക്കെ നിൽക്കണേ. അപ്പോൾ ഞാൻ തന്നെ അന്ന് നിന്ന് തിരിച്ച് വിളിച്ചിട്ട് വന്നു. അതുകൊണ്ട് നഴ്സറിയിലെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും വന്ന് കുറച്ച് നേരം നിർത്തിയിട്ട് കൂട്ടിയിട്ട് പോകാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കരുതി ഉച്ചയ്ക്കത്തേക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോകാമല്ലോ. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നല്ല അവയ്ക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തിരിച്ചു പറഞ്ഞ സമയമൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ നമ്മുടെ ഓരോ പരിപാടികളൊക്കെ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ദോശയൊക്കെ ചുട്ടിട്ട് അതിന് വേണ്ടിയുള്ള ചമ്മന്തിക്കൊക്കെ ഉള്ള തേങ്ങ തിരികെ എടുത്തു കേട്ടോ. ചമ്മന്തിക്ക് മാത്രമല്ല, ഞാൻ ഉച്ചയ്ക്കത്തേക്ക് എന്തെങ്കിലും കറി വെക്കണമെങ്കിൽ അതിനും കൂടെ ഒരുമിച്ച് ചിരകി വയ്ക്കും. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇനി സമയം കണ്ടെത്തണ്ടല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചു വന്നു. അപ്പോൾ ഇച്ചിരി വേവ് കൂടിയ ചമ്പാവരിയാണ് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി നേരത്തെ ഇട്ടാൽ മാത്രമേ നമുക്ക് ഒന്ന് വേവിച്ച് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. കൂട്ടത്തിൽ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ മേളിൽ തന്നെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ അരി ഞാൻ ഇപ്പോൾ ഇട്ടെങ്കിലും ഞാൻ ഈ ലല്ലുവാവയെ നഴ്സറിയിൽ നിന്ന് കൂട്ടിയിട്ട് തിരിച്ച് വരുമ്പോൾ മാത്രമേ ഈ അരി വടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത്രയും നേരം വേണം അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചമ്മന്തിക്കൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് അരിഞ്ഞ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ കുക്കപ്പം എന്നോട് വെള്ള ചമ്മന്തി വേണമെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഞാൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരുന്ന് അരച്ചെടുത്തപ്പോൾ അത് മുളകൊക്കെ ഇട്ട് റോസ് ചമ്മന്തി ആയിപ്പോയി. പിന്നെ അവനെ സമാധാനിപ്പിച്ചു, ഇന്നത്തേക്ക് ഇത് കഴിയുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവന് അതിനിടയ്ക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ കഴിച്ചു വരാൻ വേണ്ടി ഒരു 3/4 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോൾ ആ നേരം എനിക്ക് ഫ്രീ ആണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടി ഒരു തോരനും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ബീൻസൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ അരി തിളച്ച് അതൊന്ന് റൈസ് കുക്കറിലേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ ബീൻസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു നാരുണ്ടല്ലോ, അത് ഫസ്റ്റ് ഇളക്കിയെടുക്കാൻ കിട്ടിയ ഭാഗ്യമാണ് കേട്ടോ. പക്ഷെ എനിക്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ എൻ്റെ കത്തിക്കാണെങ്കിൽ ഒട്ടും മുറിച്ചയുമില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നല്ല പിഞ്ച് ബീൻസ് ആണെങ്കിലും കട്ട് ചെയ്തൊക്കെ എടുത്തത്. ആ നൂല് പോലൊരു സാധനം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യുമ്പോൾ മൊത്തം ഇങ്ങനെ വന്ന് കുരുങ്ങി നിൽക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് കടുകൊക്കെ വറുത്ത് തോര റെഡിയാക്കാൻ വേണ്ടിയൊക്കെ അടുപ്പത്തേക്ക് ഇട്ട് കൊടുത്തേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കപ്പം ഫുഡൊക്കെ കഴിച്ചു. അവൻ ഡ്രസ്സൊക്കെ ചെയ്തോളും. പിന്നെ അവനെ ഒന്ന് ഇൻഷർട്ട് ചെയ്ത് ബെൽറ്റൂടെ ഇട്ട് കൊടുക്കണം മാത്രമേ എൻ്റെ പണിയുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ബെൽറ്റൊക്കെ ഇട്ട് അവനെ കുട്ടപ്പനാക്കി. അവൻ ഈ ഇടയായിട്ട് ഹെയർ കട്ട് ചെയ്തതിന് ശേഷം വന്നൊരു അസുഖമാണ് ഈ സാധനം ഇങ്ങനെ തൂക്കിയിടണം. ആ മുടിയുടെ ബാക്കിൽ കുറച്ച് പാർട്ടാട്ടോ. പക്ഷെ എനിക്കത് ഇഷ്ടേയില്ല. ഞാൻ പറഞ്ഞത് എന്തോ നടാ ഇത്, വവ്വാല് തൂങ്ങി കിടക്കും പോലെയൊക്കെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആക്കിയിട്ട് അങ്ങ് കോതിയെ വെച്ചു കൊടുക്കുമെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിന് തിരിച്ചെടുത്തിടും, അതെനിക്കറിയാം. അങ്ങനെ അവനെ സുന്ദര കുട്ടപ്പനാക്കിയിട്ട് ഞാൻ എന്താ അടുക്കളയിലേക്ക് വന്നു. കാരണം അവന് കൊണ്ടുപോകാനുള്ള വെള്ളവും സ്നാക്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ചിരകി ബീൻസിൽ തോരനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ വെള്ളമൊക്കെ നിറച്ചെടുത്ത് ബോട്ടിലിൽ സ്നാക്സൊക്കെ റെഡിയാക്കി എടുത്ത് ബാഗിലൊക്കെ ആക്കി അവനെ പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പം എനിക്കൊരു ദിവസം ഇപ്പോൾ 2 ടാസ്ക്കായിരുന്നു മുമ്പ്, ഇപ്പം 3 ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടാസ്ക്കാണ് ഇതാ ഈ ബാഗും തൂക്കി പോണത്. അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവനിൽ ബസ് വരും. അപ്പോൾ ഇച്ചിരി ദൂരമുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ അച്ഛൻ കൊണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ടാറ്റാ ബേബി പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഏട്ടന് ഫുഡ് കൊടുത്തു. ഏട്ടൻ ജോലിക്കുമൊക്കെ പോയി. അതിന് ശേഷമാണ് കേട്ടോ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങിയത്. പിന്നെ ഞാൻ കുറച്ച് മീനിന് ഇരിപ്പുണ്ടായിരുന്നത് പറഞ്ഞല്ലോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മസാലയൊക്കെ പുരട്ടി ഒന്ന് വറുക്കാമെന്ന് കരുതി അത് എണ്ണയിൽ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് തുണിയൊക്കെ കഴുകാണ്ടായിരുന്നു. അതൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ ലലുവാവും കൂടെ വന്നിരുന്നു ഫുഡൊക്കെ കഴിച്ചേട്ടോ. ആദ്യമൊക്കെ അവനെ നഴ്സറി പോവാൻ പാപ്പ തിന്നെന്ന് പറഞ്ഞാൽ വാ തുറക്കുമായിരുന്നു. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. നഴ്സറി പോകണ്ട, വാ തുറന്ന് പറഞ്ഞാൽ മാത്രമേ ഫുഡ് കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഫുഡൊക്കെ കൊടുത്തു. ഞാനും ഫുഡൊക്കെ കഴിച്ചേട്ടോ. അപ്പോൾ
നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് കഴിഞ്ഞ് ഞാൻ ലല്ലു ബാബയും കൂടെ നഴ്സറിയിലൊക്കെ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു.